കെട്ടിപ്പറക്കുന്നേ? ഇവിടെ ഇറക്കി വിടുമെന്ന് ആ ഹൗസ് ഓണർ പറഞ്ഞോ? എടി മോളെ, നമ്മൾ ഇവിടം വിടുക. നാളെ നമ്മൾ നാട്ടിലേക്ക് മടങ്ങാം. നാട്ടിലേക്കോ? എന്ത് ഭ്രാന്ത അച്ഛനീ പറയുന്നേ? അമ്മയ്ക്കും ബോധമില്ലാതായോ? ഇവിടുന്ന് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനോ? അവിടെ ചെന്നിട്ട് വീട് വാടകയ്ക്ക് എടുക്കണ്ടേ? അതൊക്കെ നടക്കും. അച്ഛന്റെ ട്രീറ്റ്മെന്റ്? അൾസർ അല്ലേ മോളെ, അതൊക്കെ താനെ മാറിക്കോളും. ഈ തീരുമാനത്തോട് ഞാനില്ല. ഞാൻ വരില്ല, നിങ്ങളെയും വിടില്ല. ഞാൻ പറഞ്ഞില്ല ചേട്ടാ. പോകാതിരിക്കാൻ കഴിയില്ല. ഞാൻ സംസാരിച്ചോളാം. എന്ത് സംസാരിക്കാൻ? ഇവിടുന്ന് എല്ലാ സാധനങ്ങളുമായിട്ട് നാട് വിടേണ്ട കാരണം എന്താ? അതൊന്ന് എനിക്ക് പറഞ്ഞതാ. എന്തെങ്കിലും പോലീസ് കേസാണോ? ആൾമാറാട്ടമാണോ? ഇല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ? ഒരു കാര്യമില്ലാതെ എന്തിനു നാട് വിടണം? പോണം, പോയേ പറ്റൂ. മോള് പറയുന്നതിനപ്പുറം ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ. ഒരു പ്രാവശ്യം അച്ഛൻ പറയുന്നൊന്നനുസരിക്കാൻ. അച്ഛനോട് സ്നേഹമുണ്ടെങ്കിൽ മോള് സമ്മതിക്കണം. നാളെ നാട്ടിലേക്ക് പോവാം. അച്ഛനോടുള്ള സ്നേഹം തെളിയിക്കാനല്ല. അച്ഛൻ മനസ്സിൽ എന്തോ കാണുന്നുണ്ട്. അത് എന്റെ നല്ലതിനായിരിക്കുമെന്ന് എനിക്കറിയാം. മോള് പറഞ്ഞത് കേട്ടോ? അച്ഛൻ എടുക്കുന്ന തീരുമാനം അവളുടെ നല്ലതിന് വേണ്ടിയായിരിക്കുന്നു. അങ്ങനെയാണോ ചേട്ടാ? നീ എന്റെ കൂടെ, എന്റെ ജീവിതമായി കൂടെ ഓടി. നിനക്കറിയാത്തതായിട്ടൊന്നുമില്ല. നീ പ്രായമായി, ഞാൻ മാനസികമായി വൃദ്ധനും. എല്ലാത്തിനും ഒരു ബലക്കുറവ്. മനസ്സിനും പഴയ ആഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാം ഇന്നലെ നടന്നതുപോലെ തോന്നുന്നു. ഈ കുരുന്നിനെ കൊല്ലാനോ ഈ അച്യുതൻ വളർത്തും. അമ്പിക്ക് സന്തോഷമാവും. കൊല്ലാൻ തന്നാണെന്ന് അവളോട് പറയണ്ട.
അച്ചേട്ടാ നമുക്ക് ഇവക്കൊരു പേരിടണ്ടേ? ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. എന്താ? സീത. ഓ, സീത. എന്തോരം സീതമാരുണ്ട്. ആ, പക്ഷെ സീത എന്ന് അർത്ഥം വരുന്ന വേറൊരു പേര് ഞാൻ എന്നാ നീ കണ്ടു. പറയേ. ഭൂമിജ. അപ്പൊ നമുക്ക് ഭൂമിന്ന് ചുരുക്കി വിളിക്കാം. ആ, മോളെ ഭൂമിജേ. മോളെ ഭൂമി. എന്റെ മോളി കാറിനുള്ളിൽ കയറിയത് മുതൽ ഇന്നുവരെ എന്തൊക്കെയാ സംഭവിച്ചത്? 22 വർഷം. മോളുടെ അച്ഛനെ കണ്ടെത്തി. ഞാൻ വിട്ടുകൊടുക്കില്ല. കൊണ്ടുപോകുക ആരും കാണാത്ത ദേശത്തേക്ക്. മോളോട് ചെയ്യുന്ന ചതിയാണെന്നറിയാം. ഞാൻ ചതിയനായിക്കോട്ടെ. എനിക്കെന്റെ മോളെ വേണം. അച്ഛാ, എന്താ സ്വന്തം ആത്മാവിനോട് ഉരുവിടുന്നത്? പഴയ ഓർമ്മകളാ മനസ്സിൽ. ഈ കാറുമായിട്ടുള്ള ബന്ധം എല്ലാം. അതിലെ മുഖ്യ കഥാപാത്രം ഞാനായിരിക്കുമല്ലേ? കഥയറിയാതെ ആട്ടം കാണുകയാണ് ഈ കഥാപാത്രം. ഭൂമിയിൽ നടക്കുന്നത് ഭൂമി അറിയുന്നില്ല. ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അച്ഛാ, ഇന്ന് തന്നെ നാട്ടിൽ പോണോ? പോണം മോളെ. കുറച്ച് സാവകാശം വേണമായിരുന്നു. അച്ഛനെ എതിർക്കുകയല്ല, വേദനിപ്പിക്കുകയല്ല. അച്ഛന്റെ ഇന്നത്തെ നില എനിക്ക് അറിയൂ. എനിക്ക് ചില കാര്യങ്ങളും ഇവിടെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. എന്റെ മോളെ, എന്ത് കാര്യമാണേലും പോകാതിരിക്കാൻ കഴിയില്ല. എന്താ ഇത്ര അത്യാവശ്യമെന്നായിരിക്കും മോളിനി ചോദിക്കാൻ പോകുന്നത്. അത്യാവശ്യമാ. എന്താ അത്യാവശ്യമെന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല. എല്ലാം മോൾക്ക് വേണ്ടി മാത്രമാണെന്ന് കരുതിയാ മതി. മോൾക്ക് വേണ്ടിയാ ഞാനും അമ്മയും ജീവിക്കുന്നത്. അറിയാച്ച, ഈ കാറ് കൊണ്ടുപോണ്ടേ? അതൊക്കെ നടക്കാത്ത കാര്യമല്ലേ. ഏതെങ്കിലും ആക്രി കച്ചവടക്കാർക്ക് കൊടുക്കാം. ഇത് അച്ഛന്റെ ആത്മാവാ. ഞാനിത് ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാനിത് നാട്ടിലെത്തിക്കും. അവിടെ നമ്മൾ താമസിച്ചിരുന്ന പഴയ വീടിന് കിട്ടും. ആ, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോഫി ഹൗസിൽ പോയി ലക്ഷ്മി ചേച്ചിയെ ചുമതല ഏൽപ്പിക്കാം. പോലീസുകാരോടൊക്കെ കാര്യവും പറയണം. എടി മോളെ, എങ്ങോട്ടാ പോകുന്നതെന്ന് കൃത്യമായിട്ട് പറയണ്ട. അറിഞ്ഞാലും സൗഹൃദം പുതുക്കാനൊന്നും ആരും വരാൻ പോകുന്നില്ല. സ്ഥലം പറയണ്ടെന്നാ അച്ഛൻ പറഞ്ഞത്. പറയില്ല അച്ഛൻ. അമ്മേ, ചായ. സംഗീതേ, അതെ, ആ പത്രക്കാരനോട് മര്യാദയ്ക്ക് പത്രം ഇടാൻ പറയണം. ഗേറ്റിനടുത്തുനിന്ന് ഒരു ഒറ്റ ഏറ. ആര് പെറുക്കിയെടുക്കാനാ? ആളെ വെക്കണമെന്ന് ചോദിക്കാം അവനോട്. അവന് കൊണ്ടുതരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിർത്തിക്കോ.
മാധവ, അല്ല രാവിലെ നിന്റെ ഭാര്യയും കൂടെ കൂട്ടി ഒന്ന് ഓടാൻ പൊയ്ക്കൂടെ? ഞാൻ പറയാറുണ്ടമ്മേ. ആ ആ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്തുകൂടെ മോളെ? സംഗീത ആഹാരം കഴിക്കുമ്പോ നല്ല എക്സസൈസാ. ആ മാധവ, എന്താമ്മേ? വിവാഹ നിശ്ചയത്തിന്റെ ഒരു പരസ്യം പത്രത്തിൽ കൊടുക്കണ്ടേ മോനെ? വേണം എല്ലാ പത്രത്തിലും വരണം. ആ അങ്ങനെയാണെങ്കിൽ അതിന്റെ റേറ്റ് ഒക്കെ നീ ഒന്ന് അന്വേഷിക്കും മോനെ. അതിനകത്ത് ഒരു റൊമാൻറ്റിക് ഫോട്ടോയും വെക്കണം. അല്ല അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. കല്യാണക്കുറി അടിക്കുമ്പോഴേ 2 പേരുടെയും കൂടി റൊമാൻറ്റിക് സീൻ, ഫോട്ടോയോട് കൂടി ഒരു വീഡിയോ. അല്ല അങ്ങനൊക്കെ പറ്റുമോ? ആ നോക്കാമേ. ആഹാ, എങ്കിലതൊരു പുതുമയായിരിക്കും. അല്ല അജയും അഞ്ജനയും നല്ല ജോഡി തന്നെയല്ലേ? അതോ എന്റെ തീരുമാനങ്ങൾ അവരനുസരിക്കുക മാത്രമാണോ? അല്ലമ്മേ, ആ ഇന്നത്തെ കാലത്ത് പുറത്തുനിന്നൊരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നതിൽ പ്രശ്നമുണ്ട്. ന്യൂജനാണേ, ഒന്ന് പറഞ്ഞാ 2നും വിവാഹമോചനോ. അയ്യോ, ചെറുക്കന്റെ വീട്ടുകാരോട് ഒരു താല്പര്യം ഉണ്ടാവില്ല. ഭർത്താവിനെയും കൊണ്ട് മറ്റൊരിടത്ത് പോയി താമസിക്കാവൂ ലക്ഷ്യം. ശരിയാ മോനെ, അത് തന്നെയല്ലേ പത്രത്തിലെ വാർത്ത. അതെ, നിങ്ങൾ രണ്ടുപേരോടുമായി പറഞ്ഞിരുന്ന ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക. എനിക്ക് 4 പേരക്കുട്ടികളാ ഉള്ളത്. അതെ. ആണോ? ആ. ആ, അതിൽ മൂത്തത് അനുപമ, ആ. രണ്ടാമത്തേതാരാ? അജയ്. അജയ്. പിന്നെ പിന്നെ അഞ്ജനയും അഭിരാമി. ആ അവര് സമപ്രായക്കാരല്ലേ? അതിലും അഭിരാമിയാണ് കാണാതെ പോയത്. അനുപമ, അതായത് നിന്റെ മകൾ, അജയുടെ അനുജത്തി. അവള് ഭർത്താവിന്റെ വീട്ടിലല്ലേ അമ്മേ? ആഹാ, ഈ വീട്ടിൽ വരാൻ പാടില്ല എന്ന് അനുപമയുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടോ സംഗീതേ? ഇല്ല. ആഹാ, പിന്നെന്താ അവള് വരാത്തത്? ഈ വീട്ടുകാരെ മുത്തശ്ശിയെ ഒന്നും വേണ്ടാന്ന് അവളങ്ങ് തീരുമാനിച്ചോ? വിവാഹ നിശ്ചയമാ, അവൾ ഇവിടെ ഉണ്ടായിരിക്കണം, കേട്ടല്ലോ? ആ ഇതൊന്ന് പിടിച്ചേ, എണീക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പാ ഭഗവാനെ. നീ ഒന്ന് വിളിച്ചു നോക്ക്. അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് മാധവേട്ടാ. അവളൊന്നും തുറന്നു പറയുന്നില്ല. ആ ദാ നീ ഒന്ന് വിളിക്ക്. നീ ഇങ്ങനെ ഫോണിൽ കുത്തി കളിച്ചോണ്ടിരുന്നാ മതിയോ? അമ്മ, ഇതൊരു ഗെയിമാ. ഏത് ഗെയിം? നമ്മൾ കളിച്ചോണ്ടിരിക്കുന്ന ഒരു ഗെയിമുണ്ട്, അതാ കളിച്ചു തീർക്കേണ്ടത്. 1 or 2 ദിവസം കൊണ്ട് കളിച്ചു തീർക്കാവുന്ന ഒരു ഗെയിം അല്ല അത്. ചിലപ്പോ വർഷങ്ങൾ എടുക്കും. അല്ല, നീ ഇന്ന് അജയോട് ഗുഡ് മോർണിംഗ് പറഞ്ഞോ? ആ പറഞ്ഞു. നാണം കെട്ടോന്ന് കൂടി ചോദിക്ക്. നാണം കെട്ടു. കേട്ടതും ചട്ടി മോന്തയായിട്ടൊരു നോട്ടം. ഞാൻ എന്തോ തെറി പറഞ്ഞതാണെന്ന് മട്ടിലായിരുന്നു. റൂട്ട് പേഴ്സൺ. അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട. മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരിക്കണം. അയക്കുന്നുണ്ട്. നല്ല റെസ്പോൺസ് അല്ലേ? അതെ, വളരെ നല്ല റെസ്പോൺസ് ആണ്. മറുപടി ഇല്ല. അഞ്ജന, ഇതിലൊന്നും നീ പിന്നോട്ട് പോരുത്. പിന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അതറിയല്ലോ. അറിയാം. പിന്നിലമ്മ കുളം കുഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ഞാൻ വീഴാൻ. എല്ലാം നിന്റെ നന്മയ്ക്കായിട്ടാ. അമ്മേ, അവൻ എന്നെ ഇഷ്ടമല്ല. അവനിപ്പോ അവളെയും കൊണ്ട് നടക്കുക. ആ ചായക്കടക്കാരിയെ. ഭൂമിയോ? അത് നിന്നെ വരട്ടാൻ വല്ലോ ആയിരിക്കും. അങ്ങനെയാ എനിക്കും തോന്നിയത്. അവൻ എന്നോട് തുറന്നു പറഞ്ഞു, അവന് ഭൂമിയെ ഇഷ്ടമാണ്, അവളെ കെട്ടിയിരിക്കുമെന്ന്. ഭൂമിയല്ല,
അഭിരാമി. അവന് കുഞ്ഞിലെ അവളെയായിരുന്നു കൂടുതൽ ഇഷ്ടം. അമ്മ എന്താ ആലോചിക്കുന്നേ? അവനവളെ കെട്ടിച്ചു കൊടുക്കാനാണോ? ഭൂമി അവൾ എത്ര കാലം ജീവിക്കുമെന്ന് ഉടനെ അറിയാം. അമ്മ അവളെ കൊല്ലാൻ പോവാണോ? നമ്മുടെ ലക്ഷ്യത്തിലെത്താനുള്ള ഏത് തടസ്സവും നമ്മൾ മാറ്റും. അത് ഭൂമിയോ ചന്ദ്രനോ സൂര്യനോ ഭവാനിക്ക് പ്രശ്നമല്ല. മോൾ അമ്മ പറയുന്നത് പോലെ അനുസരിച്ചാ മതി. എനിക്ക് അവളോടല്ല, അജയോടാ. അവനെ എനിക്ക് വേണം, ചതിയിലൂടെ ആയാലും. അവൻ എന്നെ ആക്ഷേപിച്ചോണ്ടിരിക്കുക. നീ കൈ നീട്ട്. ഭൂമി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഇത് ഞാൻ തരുന്ന പ്രോമിസാ. മോളെ, എന്റെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഈ കടയൊക്കെ കളഞ്ഞിട്ട് പോവാന്നാണോ? 2-3 ആഴ്ച. അത് കഴിഞ്ഞ് ഞാനിങ്ങ് തിരിച്ചു വരും. അതുവരെ ലക്ഷ്മിയേച്ചി നടത്തണം ഈ കോഫി ഷോപ്പ്. എല്ലാം ചേച്ചി പഠിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഫോൺ വഴി എല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്നാലും എന്താ ഇത്ര അർജന്റ്? അച്ഛൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അച്ഛനെ ഞാൻ വേദനിപ്പിക്കില്ല. അതിന് കാരണവുമുണ്ട്. ഇവിടുന്ന് പോവാൻ എന്തോ ഒരു കാര്യം അച്ഛനെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാലും മോളെ, ഇവിടുന്ന് പോവാൻ എന്തോ ഒരു കാര്യം അച്ഛനെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാലും മോളെ, ചേച്ചി ചേച്ചി ഇപ്പൊ സൂപ്പറാ. എല്ലാം ഭംഗിയായിട്ട് നടക്കും. ഇങ്ങെടുക്ക. നോക്കാം. ഇതാണോ ഈ പറഞ്ഞത്? കേസിന്റെ കാര്യം ഞാനെന്ന് പറഞ്ഞത്. എന്തായാലും സാറിനോട് ഇത് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഇത് ഒന്നുകൂടി നോക്കാം. രാധികച്ചേ, ഞാനേ 2-3 ആഴ്ച ലീവായിരിക്കും. നാട്ടിലേക്ക് പോവാ. കോഫി ഷോപ്പ് ലക്ഷ്മിയേച്ചി നടത്തും. എന്താ ഭൂമി വിശേഷിച്ച്? പ്രത്യേകിച്ചൊന്നുമില്ല. ഭൂമി, തെളിവില്ലാത്ത ചില കേസുകള് CI എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അതൊക്കെ നടക്കുന്നേ. നമുക്കേ ഓൺലൈൻ മീറ്റിംഗ് നടത്താം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഭൂമി നാട്ടിൽ പോകണല്ലേ? അതെ സർ. നാട്ടിൽ നിന്ന് ഒരു സുന്ദരി കുട്ടിയെ നോക്കട്ടെ സർ. ഒരു 17 വയസ്സുകാരി. 18 ആയിക്കോട്ടെ. 17 ആവുമ്പോ കേസ് വരും. എല്ലാ കിഴവന്മാർക്കും വേണ്ടത് 18കാരിയാ. എന്നാ പിന്നെ ലേശം കൂട്ടിക്കോ. ശരി ശരി. സർ, ചായ. നാളെ മുതൽ ലക്ഷ്മി ചേച്ചിയാവും ചായ തരിക. താനോട് പോകുന്നു? നാട്ടിലേക്ക്. അതെവിടെയാ? അങ്ങ് കിഴക്കാണ് സാറേ, ബോർഡറിനടുത്ത്. സ്ഥലത്തിന് പേരില്ലേ? ഞാൻ കോഫി ഹൗസിൽ പോയി ലക്ഷ്മി ചേച്ചിയെ ചുമതല ഏൽപ്പിക്കാം. പോലീസുകാരോടൊക്കെ കാര്യവും പറയണം. എടി മോളെ, എങ്ങോട്ടാ പോകുന്നതെന്ന് കൃത്യമായിട്ട് പറയണ്ട. അറിഞ്ഞാലും സൗഹൃദം പുതുക്കാനൊന്നും ആരും വരാൻ പോകുന്നില്ല. സ്ഥലം പറയണ്ടെന്ന് അച്ഛൻ പറഞ്ഞത്. പറയില്ല അച്ഛ. അതൊന്നും സാറിനറിയില്ല. ഇനി ഇങ്ങോട്ട് മടക്കമില്ലേ? സാറിന് എന്നോട് തല്ലുപിടിക്കാനാണോ? ആണെങ്കിലോ, അതൊക്കെ ഒരു രസമല്ലേ? 2-3 ആഴ്ച കഴിഞ്ഞാ വരണമെന്നുണ്ട്. 2-3 ആഴ്ചത്തേക്കോ? അപ്പോ അതുവരെ തന്നെ കാണാൻ പറ്റില്ലേ? സാറിനപ്പോ എന്നെ ഇഷ്ടമാണ് അല്ലേ? തന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ കാരണം? ഒരു സത്യം പറയട്ടെ, സാറിന്റെ ക്യാരക്ടറെ പഠിക്കാൻ കഴിയുന്നില്ല. എന്റെ ക്യാരക്ടർ പഠിച്ച് താനെന്താ PhD എടുക്കാൻ പോകണം? സാർ അപൂർവ സന്ദർഭങ്ങളിൽ സാർ ഒരു മുയൽക്കുട്ടിയാ. ഓഹോ, ബാക്കി സമയങ്ങളിൽ ഏത് അനിമലാണ്?
കലമാൻ. ആ അങ്ങനെയല്ലല്ലോ. കരടി, പുലി, മുള്ളം പന്നി, അങ്ങനെ. സാറിന്റെ ഇങ്ങനെയുള്ള ഡയലോഗിന് കേൾക്കാൻ കഴിയില്ലല്ലോ. തന്നിൽ നല്ലൊരു മനസ്സുണ്ട്, തന്റെ കടയിലെ ബോർഡ് പോലെ. നിങ്ങളുടെ സന്തോഷം എന്റെ ലാഭം. അതൊക്കെ മറന്ന് എന്നേക്കുമായിട്ടല്ലല്ലോ ഈ യാത്ര, അല്ലേ? താൻ ഇവിടെ നിറഞ്ഞു നിൽക്കുവാടോ. പോയി വേഗം ഇങ്ങ് പോരെ. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ലല്ലോ നമ്മുടെ ജീവിതം സഞ്ചരിക്കുന്നത്. ഭൂമിയെ അവളുടെ സ്വന്തം അച്ഛനെ ഏൽപ്പിക്കാൻ. എന്റെ അച്ഛന്റെ സർജറി ഉടനെ നടക്കും. ആര് വന്നില്ലെങ്കിലും സത്യൻ സാറ് വരും. എന്നെ അത്രയ്ക്കിഷ്ടാ, മോളെ പോലെ.